അപ്പോൾ ഞങ്ങൾ ഏതായാലും കുറേ കാലമായിട്ട് ഞങ്ങളിങ്ങനെ വിചാരിച്ചതാണ് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ കുഞ്ഞമ്മത്തി ഒന്നും കിട്ടാത്തൊരു സമയമായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ നല്ല കുഞ്ഞമ്മത്തിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിലെ കുട്ടികളും കുഞ്ഞമ്മത്തിയൊക്കെ ഒരുപാട് കിട്ടേണ്ട ഒരു സമയമായിട്ട് ഇപ്പോൾ ഈ സമയത്ത് സീസൺ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ ഇതേമാതിരി ഇങ്ങനെ വലുത്തൂർ പോയപ്പോൾ അവിടുന്ന് ഇതേമാതിരി മാർക്കറ്റിൽ ചെന്നപ്പോൾ നല്ല കുഞ്ഞമ്മത്തി ഉണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് കുഞ്ഞമ്മത്തിയും വാങ്ങി. പിന്നെ പോരാത്തതിന് ഞങ്ങൾ നല്ല പൂളയും ഉണ്ടായിരുന്നു കേട്ടോ. പൂളയും വാങ്ങി. അങ്ങനെ എന്ത് ചെയ്ത് അമ്മൂന് നമുക്ക് ഇന്ന് നാളെ ചായക്കടിക്ക് നമുക്ക് ഇത് ഉണ്ടാക്കാനപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ ശരി സെറ്റ്. അങ്ങനെ നാളെ ഞങ്ങൾ ചായക്കടിക്കുള്ള ഓപ്ഷനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ഞങ്ങൾ ചായക്കടി ഉണ്ടാക്കാനുള്ള പരിപാടികളാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ പൂളയാണ് പല നാട്ടിലിപ്പോൾ കപ്പ മരച്ചീനി പല ജാതി പേരുകളൊക്കെ ഉണ്ട് ഈ സാധനത്തിനുള്ളത്. നമ്മളവിടെ പൂള എന്നാണ് നമ്മൾ ഈ നാട്ടിലങ്ങനെ അറിയപ്പെടൽ കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ അമ്മയാണ് കൂടുതലായിട്ട് നന്നാക്കുന്നത് എല്ലാ കാര്യങ്ങളും. അമ്മ അവിടെ മീൻ നന്നാക്കുന്നുണ്ട്, ഇവിടെ പൂള റെഡി ആക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇത് രണ്ട് ടൈപ്പ് പണിയാണ്. രണ്ടിനും പണി തന്നെയാണ്. അപ്പോൾ ഇരുന്ന് ഓരോന്ന് ചെയ്യണം. മീനാണെങ്കിലും ഇരുന്ന് നന്നാക്കണം, പൂളയാണെങ്കിലും ഇരുന്ന് നന്നാക്കണം, ഒക്കെ റെഡി ആക്കണ്ടേ. അപ്പോൾ അത് കഴുകി ഉണ്ടാക്കാൻ നല്ല വൃത്തിയിൽ നല്ല പുതിയ പൂളയാണ് കേട്ടോ. കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വൃത്തിയുള്ള നല്ല രസമുള്ള പൂള തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം നമുക്കെന്താ വെച്ചാൽ ഇനി പുഴുങ്ങിയെടുക്കണം. നമ്മൾ ആദ്യം സാധാരണ നമ്മൾ വലിയ കഷ്ണങ്ങളായിട്ട് പുഴുങ്ങിയെടുക്കാതെ നമ്മൾ സിമ്പിളായിട്ട് ചെറിയതായിട്ടാണ് കേട്ടോ പുഴുങ്ങിയെടുക്കേണ്ടത്. മറ്റേത് വലിയ കഷ്ണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എത്തിപ്പെടാനും ഓരോ കഷ്ണങ്ങൾ എടുക്കാനൊക്കെ പാടും. ഉള്ളു വേവാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ചെറിയ കഷ്ണമാകുമ്പോൾ ഉള്ളു പെട്ടെന്ന് വേവ് കിട്ടുക. അപ്പോൾ ഇതാ അമ്മ മീനൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ചെറിയ മീനാണ് ഒരുപാട് നേരം എടുത്ത് നന്നാക്കാനുള്ളതാണ്. കാരണം കുറച്ച് നേരം തന്നെ അതിലിടയ്ക്ക് ഇപ്പോൾ അമ്മ പൂളങ്ങുന്നവർ ചെറിയ നല്ല സൈസാക്കി കട്ട് ചെയ്തുകൊണ്ടിരിക്കട്ടെ. ചെറിയ പീസാക്കിയാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഈ ലെവലിലാണ് നമ്മൾ അളവ് കിട്ടുക. മറ്റേ വലിയ ടൈപ്പ് ഒന്നുമില്ല, ചെറിയ ടൈപ്പ് ആകുമ്പോൾ വേവാനൊരു സാവകാശം. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ആക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്താ വെച്ചാൽ സാധനം അപ്പോൾ അതിലിടയ്ക്ക് നമ്മൾ അടുത്ത വീട്ടിൽ സലാമാക്കൻ്റെ വീട്ടിൽ പോയിട്ട് നല്ല കരിവേപ്പിലിട്ട് നാടൻ കരിവേപ്പിലുണ്ട്. അപ്പോൾ അത് ഇടാമെന്ന് വിചാരിച്ചിട്ടോ. മറ്റേ പീടിയിൽ നിന്ന് വാങ്ങിയതൊക്കെ ഉണ്ട്, പക്ഷേ അത് ഇട്ടാലൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ എന്തായാലും നാടൻ കരിവേപ്പിലാകുമ്പോൾ നല്ല രസമുള്ള കഴിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ നല്ല രസമല്ലേ. അങ്ങനെ ഞങ്ങൾ നമ്മൾ പൂളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അമ്മൂനി ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ അതിൽ ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കേണ്ടതും വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് നല്ല ഇതാകണ്ടേ, പുഴുങ്ങിയെടുക്കണ്ടേ, ഒരുപാട് നേരം പുഴുങ്ങിയെടുക്കണ്ടേ. അങ്ങനെ ഗ്യാസൊക്കെ കത്തിച്ചപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഇനി വേവാൻ എന്തായാലും കുറച്ച് സമയം എടുക്കട്ടെ. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ അതേമാതിരി ചെറിയ ഉള്ളിയൊക്കെ കൂടി നന്നാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആയിരുന്നു കേട്ടോ. നമുക്ക് ഇനി 2 കറി ഉണ്ടാക്കാൻ കേട്ടോ. ആദ്യം പൂള റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമ്മളെ മത്തി കൊണ്ട് വറ്റിച്ച മത്തിയുണ്ട്, പിന്നെ അതേമാതിരി കറി ആക്കി വെച്ച മത്തിക്കറി ഉണ്ട് കേട്ടോ. ഇത് രണ്ടുമാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട സംഗതി എന്താ വെച്ചാൽ തക്കാളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പുളിവെള്ളം കേട്ടോ. ഇത് 3 നമുക്ക് വേണ്ട കേട്ടോ. വറ്റിക്കുകയാണെന്ന് വെച്ചാൽ കൂടുതൽ വെള്ളമൊന്നുമില്ല, പുളിവെള്ളം കുറച്ചിട്ട് കഴിഞ്ഞ് ചെറിയ വെള്ളത്തിൽ ലൈറ്റ് വെള്ളത്തിലൊന്നും ഇങ്ങോട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. ഈ വെള്ളം വറ്റുള്ള സമയമാണ് നമുക്ക് വറ്റിക്കൽ സാധാരണ താകല്. അതിൽ കൂടുതൽ പകുതി മീൻ എന്തായാലും ഉണ്ട്. മീനിപ്പോൾ എന്താ വെച്ചാൽ നല്ല കുഞ്ഞമ്മത്തി ഇട്ടുണ്ട്. ഇപ്പോഴൊക്കെ എല്ലാവർക്കും ഉണക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റിയ നല്ല ടൈമാട്ടോ. കുഞ്ഞമ്മത്തി വളരെ ചീപ്പ് റേറ്റാണ്. നമ്മളവിടെയൊക്കെ കിട്ടിയതെന്ന് വെച്ചാൽ 2.5 കിലോ 100 അങ്ങനെ ലെവലിലിട്ട് നമ്മളവിടെയൊക്കെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ പൂളൊക്കെ ഏതാണ്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ മത്തി പിന്നെ തിള ഒന്നായിട്ടൊരു ചെറിയൊരു തിള വന്നാൽ തന്നെ പെട്ടെന്ന് വേവുന്നൊരു മീനാട്ടോ. ഒരാളിത് നീച്ച് വന്നുകൊണ്ട് ഇവിടെ കച്ചറയിട്ട നീച്ച് വന്നുകൊണ്ട് രാവിലെ ഉറങ്ങി നീച്ച് വന്നതാണ്. എന്താണ് ആദിക്ക് വേണ്ടത് പറയും? അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ വെളിച്ചെണ്ണയിലായിട്ട് ഉണ്ടാക്കേണ്ടത്. നാടൻ വെളിച്ചെണ്ണയിലും പഴയ മൺചട്ടിയും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാട്ടോ. അത് നല്ല രസമാട്ടോ. അങ്ങനെ വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ ഉലുവ ഇടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് വെച്ചത് നമ്മൾ പേസ്റ്റാക്കി വെച്ചതാട്ടോ. ഇപ്പോൾ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ അതും എന്നിട്ട് കൊണ്ട് നല്ലൊന്ന് വഴറ്റി കൊടുക്കുക. അതിനിടയിൽ ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും കൂടി നല്ല മിക്സ് ചെയ്തിട്ടുള്ളൊരു അതും ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കിനൊക്കെ നമുക്ക് ഇടാനുള്ളത് പച്ചമുളക്, തക്കാളി, പിന്നെ പൊടി ഐറ്റംസൊക്കെ ഇട്ടിടാനുള്ളത്. ഇതൊക്കെ ഇട്ടുകൊണ്ട് നല്ല നിങ്ങോട്ട് വയറ്റി കൊടുത്തു കഴിഞ്ഞാൽ മൺചട്ടി ആകുമ്പോൾ അടി പിടിക്കൽ കുറലാതൊന്നും ഉണ്ടാവില്ല കേട്ടോ. അടി പിടിക്കൽ കുറേയൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ പാകത്തിന് ഉപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കെന്താ വെച്ചാൽ ഇത് കൂടുതലും വെള്ളമാവും കേട്ടോ. ഇത് നമുക്ക് വറ്റിക്കുക എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് വെള്ളം കുറച്ചിട്ടാവും. ഇത് പിന്നെ പുളിവെള്ളം കാര്യങ്ങളൊക്കെ കൂട്ടി വെച്ചിട്ട് കുറച്ച് സമയം വരും കേട്ടോ. ആ സമയത്ത് നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നേരപ്പം അതിനകത്ത് നേരമൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ കറിക്കുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും പൊടി ഐറ്റംസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ പുളിവെള്ളം കുറച്ചുണ്ടാവും. ഇത് വെള്ളം കൂട്ടിയിട്ടാണ് ഇത് വെക്കലിട്ടത്. നമുക്കെന്താ വെച്ചാൽ കുറച്ച് നേരം ഇത് വരും സമയം ഒന്ന് വേവാനുള്ളൊരു ടൈം ഒരു 10 മിനിറ്റ് വരും. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതും വേവും കേട്ടോ. പുളിവെള്ളമാണ് മറ്റുള്ളത്. നമ്മളെ വറ്റിച്ച കറി ആ സമയമാകുമ്പോഴേക്കും റെഡി ആയിട്ടോ. നമ്മുടെ നാടൻ കരിവേപ്പിൻ്റെ അതിൻ്റെ മുകളിലിടുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഇട്ടാം. കഴിക്കാനും അതിൻ്റെ രുചി വല്ലാത്തൊരു
എക്സ്പീരിയൻസ് തന്നെയാണ്. അതൊന്നും ഇപ്പോൾ കഴിച്ചവരോട് അതിൻ്റെ ഒരു അനുഭവം എന്താണെന്നുള്ളത് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക അങ്ങനെയാണ്. അതിന് ശേഷം നല്ല നാടൻ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലൊന്നും കൊണ്ട് ഒഴിച്ച് കൊടുത്താൽ ഈ കറിവേപ്പിൻ്റെ മുകൾക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചിട്ട് ഒരു തലയും കൂടി തിളച്ച് കഴിഞ്ഞാണ്ടല്ലോ അതിൻ്റെ ഉള്ളിലത്തെ ഒരു ആ രുചിയും ചുയമാറ്റൊക്കെ ഒന്ന് പറയാൻ തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മുളകിട്ട കറി റെഡി ആയിക്കൊണ്ടേയിരിക്കേണ്ട കുഞ്ഞമ്മത്തി മുളകിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് കറീൻ്റെ ആവശ്യത്തിന് കേട്ടോ നമ്മൾ ഈ മുളകിട്ട ഇത് കുഞ്ഞമ്മത്തിൻ്റെ കറി ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ വറവിടാൻ വേണ്ടിയിട്ട് നല്ല വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ കരിവേപ്പിൻ്റെയും വറ്റൽ മുളകും പിന്നെ നല്ലോണം ഒന്ന് ഇത് മൂത്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ പൂളയ്ക്ക് ഇനി വറവിടാനുള്ള കേട്ടോ. ഇത് പൂളയ്ക്കുള്ള വറവാണ്, മറ്റേക്ക് പിന്നെ വറവിടലൊന്നുമില്ല കേട്ടോ. സാധാ മുളകിട്ട കറിക്ക് അതിൽ നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിക്കുക എന്നുള്ളതേ കേട്ടോ. അങ്ങനെ ഒക്കെ റെഡിയായി നമ്മളെ പൂള സെറ്റായിട്ടോ. പൂള നമ്മളെ നാടൻ ശൈലിയിൽ നമ്മൾ വായൻ്റെ ഇലയിൽ തന്നെ പൂള ഒന്ന് സെർവ് ചെയ്യാച്ചിട്ടേന് കേട്ടോ. സംഗതി ഏതായാലും പൂള കഴിക്കണം കേട്ടോ. നല്ല ചൂട് ആവി പോണ പൂളയും നല്ല മത്തി വറ്റിച്ച കറി കേട്ടോ. സാധാ മുളകിട്ട കറി ഇതിൽ കിടത്തില്ല, ഇതിക്ക് വറ്റിച്ചതാണ് എപ്പോഴും ഇഷ്ടം കേട്ടോ. ഇതാണ് ഏറ്റവും പൊളി, നല്ല രസമുള്ള കഴിക്കാൻ എളുപ്പമില്ലായ്പോയും സുഖവും കാര്യങ്ങളും ടേസ്റ്റും ഒക്കെ നമ്മുടെ വറ്റിച്ച മീൻ കറി കേട്ടോ. ഇതിൻ്റെ കൂടെ നല്ല കട്ടൻ ചായയും കൂടി ഇങ്ങോട്ട് കുടിച്ച് കഴിഞ്ഞാൽ പ്രത്യേകമായിട്ടൊന്നും പറയാത്ത വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടത്. ഇത് കഴിച്ചവർക്ക് മാത്രമേ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ കഴിയുള്ളൂ. കാരണം നമ്മളെ വീട്ടിലൊക്കെ പൊതുവേ ആദ്യകാലം തൊട്ട് ഈ കുഞ്ഞമ്മത്തിയുള്ള സമയത്തൊക്കെ ഇതേമാതിരി തന്നെ കേട്ടോ. എല്ലായ്പ്പോഴും കുഞ്ഞമ്മത്തി ഒന്നും കിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ കുഞ്ഞമ്മത്തി സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കഴിച്ചു പോകണം. അപ്പോൾ എല്ലാവരും ഇതേമാതിരി ഓരോന്ന് വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മുടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഏതായാലൊക്കെ സെറ്റാക്കി തുടച്ചു വെച്ചു. അപ്പോൾ ഓക്കെ, ബൈ.